Hello, welcome back to my channel and I'm your Nimisha Davis. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ നോക്കിയത് ലെമറ്റൈസേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ടോക്കണൈസേഷൻ, സ്റ്റെമ്മിങ്, ലെമറ്റൈസേഷൻ. സ്റ്റെമ്മിങ്ങിൽ തന്നെ പല ടൈപ്പ് ഓഫ് സ്റ്റെമ്മിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോന് താഴെ കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, ഫൈൻ. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കിലോട്ടാണ് കയറുന്നത്. ദാറ്റ് ഈസ് വെയിറ്റ്, ഞാൻ ഒന്ന് എടുക്കട്ടെ കേട്ടോ. അതിന് മുൻപ് എനിക്കൊരു പാരഗ്രാഫ് വേണം. ക്രിയേറ്റ് എ പാരഗ്രാഫ് റിലേറ്റഡ് ടു NLP. ഓക്കെ, സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ട, ChatGPT അറിയാലോ ഇതൊക്കെ. ഓക്കെ, ഞാനതൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് എന്ത്, സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. സ്റ്റോപ്പ് വേർഡ്സ്. ഓക്കെ, എന്താ സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറഞ്ഞാല് ഞാൻ ഇതിൽ പേര ഈക്വൽ ടു ഇതിൽ കണ്ടോ, ഈ ഒരു ഈസ്, ഓഫ്, ദാറ്റ്, ഓൺ, ഇതൊക്കെയാണ് ഒരു സ്റ്റോപ്പ് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ ആ ഒരു വേർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് സാമ്പിൾസ് കാണിച്ചു തരാം. അതിന് മുൻപ് ഞാൻ അതൊന്ന് ഇമ്പോർട്ട് ചെയ്യട്ടെ ഫ്രം NLTK ഡോട്ട് സ്റ്റെം ഇമ്പോർട്ട്. നമുക്ക് ആദ്യം പോർട്ടർ സ്റ്റെമ്മർ ഇമ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രം NLTK ഡോട്ട് കോർപ്പസ് ഇമ്പോർട്ട് സ്റ്റോപ്പ് വേർഡ്സിന് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റോപ്പ് വേർഡ്സിന് ഡൗൺലോഡും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇമ്പോർട്ട് NLTK കൊടുക്കുന്നുണ്ട്. അപ്പോൾ NLTK ഡോട്ട് ഡൗൺലോഡ് സ്റ്റോപ്പ് വേർഡ്സും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ അതിലത്തെ കുറച്ച് സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷിലുണ്ടാവാം, അറബിക്കിലുണ്ടാവാം, ജർമ്മനിലുണ്ടാവാം, പല പല ലാംഗ്വേജിലുണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യണം. അതാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ആവട്ടെ ആദ്യം, എന്നിട്ട് ബാക്കിയുള്ളത് പറയാം. കുറച്ച് ടൈം എടുക്കേ, നിങ്ങളത് ഫോർവേഡ് ചെയ്ത് പോയാൽ മതി. ഈ ഒരു സെല്ലും കൂടി എക്സിക്യൂട്ട് ആവാളൂ, വെയിറ്റ് ചെയ്യട്ടോ. നെറ്റില്ലേ, സ്ലോ ആയോ? ഓക്കെ, ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ എനിക്കിപ്പം പല ലാംഗ്വേജിലും സ്റ്റോപ്പ് വേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ്, ജർമ്മൻ, അറബിക്, ഏത് ലാംഗ്വേജ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ലാംഗ്വേജിൽ സ്റ്റോപ്പ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് കേട്ടോ. ഞാൻ അപ്പോൾ ആദ്യം ടൈപ്പ് ചെയ്യാം സ്റ്റോപ്പ് വേർഡ്സ് ഡോട്ട് വേർഡ്സ്. അതിനുള്ളിൽ എന്ത് ചെയ്യുക, നമ്മുടെ ലാംഗ്വേജിൻ്റെ പേര് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതൊന്ന് കംപ്ലീറ്റ് ആവട്ടെ. എല്ലാ ലാംഗ്വേജും ഡൗൺലോഡ് ആവുന്നുണ്ടാവും.
ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഞാൻ സ്റ്റോപ്പ് വേർഡ്സ് കൊടുക്കുമ്പോൾ കണ്ടോ, ഇതൊക്കെയാണ് സ്റ്റോപ്പ് വേർഡ്സ്. എ, എബൌട്ട്, എബവ്, അങ്ങനെ കുറേ ഉണ്ട് കണ്ടോ. ഇതൊക്കെ സ്റ്റോപ്പ് വേർഡ്സുകളാണ്. പക്ഷെ ഇതിൽ ചില വേർഡ്സ് ഉണ്ടല്ലോ, ചില വേർഡ്സ് നമുക്കിപ്പം ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒക്കെ കണ്ടുപിടിക്കുന്ന ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സുകളും ഇതിനുള്ളിൽ വന്നിട്ടുണ്ടാവും. ഷുഡ് ഇൻ, ഷുഡ് നോട്ട്, ഷുഡ് ഹാവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ അതിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റോപ്പ് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള വേർഡ്സ് ആയിട്ട് സ്റ്റോപ്പ് വേർഡ്സ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതന്നെ വെച്ചിട്ട് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ ഓക്കെ. ഇനിയിപ്പം നമുക്കിപ്പോൾ എന്താ ഹിന്ദിയിലുണ്ടോ നോക്കട്ടെ കേട്ടോ. ഞാൻ സ്റ്റോപ്പ് വേർഡ്സ് ഡോട്ട് വേർഡ്സ്, ഹിന്ദി ഉണ്ടാവാൻ വഴിയില്ല. ഓക്കെ, ഹിന്ദി എന്ന് പറഞ്ഞതില്ല. നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ ആ ഒരു സ്റ്റോപ്പ് വേർഡ്സ് കൊടുക്കണ്ടാവും കേട്ടോ. ആ ലൊക്കേഷൻ പോയി നോക്കിയാൽ മതി നിങ്ങൾ. മലയാളം, മലയാളം പിന്നെ ഉണ്ടാവും ഇല്ല. അറബിക്, ഓക്കെ അറബിക് ഉണ്ട്. പിന്നെ പിന്നെ ഇപ്പം ഏതാ, ജർമ്മൻ, ജർമ്മനും ഉണ്ട്. അങ്ങനെ കുറച്ച് ലാംഗ്വേജസിലൊക്കെ സ്റ്റോപ്പ് വേർഡ്സ് അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഫൈൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇതിൽ ചെയ്ത് തുടങ്ങാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രം nltk.stem import, പോർട്ടർ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ് ഓൾറെഡി. അതെ, പോർട്ടർ സ്റ്റെമ്മർ ഇമ്പോർട്ട് ചെയ്തതാണ് അല്ലേ, അപ്പോൾ അത് വേണ്ട. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണു, ഞാനിവിടെ PST ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പോർട്ടർ സ്റ്റെമ്മറിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് സെൻറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് nltk.send ടോക്കണൈസ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനുള്ളിൽ എന്ത് പാസ് ചെയ്യുന്നു, നമ്മുടെ പാരഗ്രാഫിന് ഞാനിവിടെ പാസ് ചെയ്യുന്നു. ഓക്കെ, സെറ്റ്. അപ്പം എന്തുണ്ടായേ, ഓരോ ലൈനും ഓരോ ഇതായിട്ട് മാറി ഇതിൽ വന്നിട്ടുണ്ട് കണ്ടോ. ഫൈൻ. ഇനി ഞാൻ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫോർ ലൂപ്പ് എഴുതാണ്. ഫോർ I in range len of send, ഇതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ വേർഡ് ടോക്കണൈസ് ചെയ്യുന്നു. ഓക്കെ, w ഈക്വൽ ടു nltk.word ടോക്കണൈസ്. അതിനുള്ളിലോട്ട് എന്ത് പാസ് ചെയ്യുന്നു, ഈ സെന്റൻസിലത്തെ ഓരോ എലമെന്റിനെയായിട്ട് ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല കണ്ടോ, ഓരോ എലമെന്റും ഓരോന്നായിട്ട് മാറി ഇല്ലേ. ഫൈൻ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ PST അല്ലേ, PST.stem, ഇതിനുള്ളിലോട്ട് ആ ഒരു വേർഡിനെ പാസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു ലിസ്റ്റ് കോംപ്രഹെൻഷൻ ആണ് ചെയ്യുന്നത്. നമ്മുടെ ഫോർ ലൂപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. ഫോർ വേർഡ് ഇൻ വേർഡ്സ് ഈഫ് നോട്ട് ഇൻ, ഞാൻ അത് പറഞ്ഞു തരാം എന്താന്നുള്ളത്. അത് ഞാനൊന്ന് എറർ ഉണ്ടോന്ന് എന്തെങ്കിലും നോക്കട്ടെ കേട്ടോ. സ്റ്റോപ്പ് വേർഡ്സ് ഡോട്ട് വേർഡ്സ് ഇംഗ്ലീഷ്. ഓക്കെ, ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എവിടെയോ എന്തോ മിസ്റ്റേക്ക്. ഇഫ് നോട്ട് ഇൻ, forward in words invalid syntax. നോക്കട്ടെ pst.stem word forward in word if not in PST. ഓക്കെ, ശരിയാക്കാം കേട്ടോ.
PST stem word forward in words if name words is not defined. W. ഓക്കെ, ഇവിടെ വേർഡ്സ് നല്ലല്ലോ കൊടുത്തു നോക്കുന്നത്, അതാണ് ഇഷ്യൂ. ഓക്കെ, ഞാനത് വേർഡ്സ് എന്നാക്കാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്തിട്ടുണ്ടാവാം, നമ്മുടെ ആദ്യം തന്നെ ഇങ്ങോട്ട് വരാം. സ്റ്റോപ്പ് വേർഡ്സ് എടുത്തു, നമ്മളൊരു ലിസ്റ്റ് ഓഫ് സ്റ്റോപ്പ് വേർഡ്സ് എടുത്തു. ഓക്കെ, നമ്മുടെ പാരഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ട്. ഈ പാരഗ്രാഫിൽ ഓരോ വേർഡ്സിലോട്ട് ഐറ്ററേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഐറ്ററേറ്റ് ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പ് വേർഡ് ആണോ എന്ന് ഇവിടെ കമ്പയർ ചെയ്യണം. ആ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് കമ്പയർ ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു, അതിലില്ലെങ്കിൽ ആ വേർഡിനെ സ്റ്റെം ചെയ്തിട്ട് ഏതിലോട്ട് മാറ്റാൻ പറഞ്ഞു, സ്റ്റെം ചെയ്തിട്ട് വേർഡ്സ് എന്ന് പറഞ്ഞതിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞു. ഒന്നുകൂടെ പറയാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് വേർഡ് ചെക്ക് ചെയ്തു. സ്റ്റോപ്പ് വേർഡിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റിൽ ഈ പാരഗ്രാഫ്, നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് വന്നു ഇല്ലേ, ആ വേർഡ്സും ഈ ലിസ്റ്റിലത്തെ വേർഡ്സും മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കി. ഇല്ലെങ്കിൽ മാച്ച് ആവാത്ത വേർഡിനെ എന്ത് ചെയ്യണം, സ്റ്റെം ചെയ്തിട്ട് അഗെയിൻ വേർഡ്സിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടിയും ചെയ്യാം. I equal to dot join words. എന്നിട്ട് ഞാനതിനെ സെൻറ്റൻസിന് പ്രിന്റ് ചെയ്യിക്കുമ്പോൾ അതൊരു സെൻറ്റൻസ് ആയിട്ട് തന്നെ അവിടെ വരും. തിരിച്ച് സെൻറ്റൻസ് ആക്കിയിട്ട് തന്നെ ആ വേർഡ്സിനെ മൊത്തം പ്രിന്റ് ചെയ്തു. നേരത്തെ നമ്മൾ താഴോട്ട് ഇങ്ങനെ എഴുതിയതല്ലേ, ഇത് പകരം ഞാൻ എന്ത് ചെയ്തു, സെൻറ്റൻസ് ആക്കിയിട്ട് തന്നെ അതിൽ പ്രിന്റ് ചെയ്യിച്ചു. അപ്പം നേരത്തെ നമ്മൾ കൊടുത്ത സെൻറ്റൻസ് ആണോ ഇവിടെ വന്ന് നോക്കുന്നേ? അല്ല, ഉണ്ടോ? പക്ഷെ ഇവിടെ കണ്ടോ, നാച്ചുറൽ എന്ന് പറഞ്ഞ പകരം നട്ടൂർ എന്നുള്ളത് വന്നു, നാച്യൂർ എന്ന് വന്നു ഇല്ലേ? അപ്പം ചില മിസ്റ്റേക്കുകൾ അതിൽ വന്നിട്ടുണ്ട് അല്ലേ? ഫൈൻ. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു നോർമൽ സ്റ്റെമ്മർ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ സ്നോബോൾ സ്റ്റെമ്മർ യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫ്രം NLTK dot stem import snowball stemmer. അതിൽ SBS കൊടുക്കാം. SBS ഈക്വൽ ടു സ്നോബോൾ സ്റ്റെമ്മർ. അതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് പാസ് ചെയ്യുന്നു. ദെൻ നമ്മുടെ ഈ ഒരു വേർഡുകൾ കൊടുക്കും. ദെൻ ഇവിടെ എന്ത് ചെയ്യുക, SBS എന്ന് കൊടുക്കാം. നേരത്തെ പോട്ടർ സ്റ്റെമ്മറിൻ്റെ ആയിരുന്നു, ഇതിൽ സ്നോബോൾ സ്റ്റെമ്മറിന് കൊടുക്കാം. ഇപ്പം ഇതിൽ എന്തുണ്ടായേ, അങ്ങനെ പെട്ടെന്ന് അത്ര വ്യത്യാസം നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. നമ്മൾ അന്ന് നോക്കിയ വേർഡ് ഏതായിരുന്നു, ഒരു മിനിറ്റ്, ഈ വേർഡ്സ് തന്നെ ഞാനൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഈ വേർഡിൽ ഹിസ്റ്ററി എന്നുള്ള ഈ ഒരു വേർഡ് നമുക്ക് എടുത്ത് നോക്കാം. ഹിസ്റ്ററി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇതിൽ കൊണ്ടിടാം. ഫസ്റ്റ് തന്നെ കൊണ്ടിടാം, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടേ. പോട്ടർ സ്റ്റെമ്മർ ഹിസ്റ്ററി എന്നുള്ളത് വന്നു. ഇത് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി, ഹിസ്റ്ററി ആയിട്ട് മാറി പോട്ടർ സ്റ്റെമ്മറിൽ. ഇത് ടോക്കണൈസ് ചെയ്തതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് വേർഡ് യൂസ് ചെയ്തിട്ട് പോട്ടർ സ്റ്റെമ്മർ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഹിസ്റ്ററി ഐ ആയിട്ട് മാറിയത്. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം എന്താ, ഇതിലും അതെ ഐ തന്നെയാണ് വന്ന് നോക്കുന്നത്. കറക്റ്റ് അത്ര വലിയ ചേഞ്ച് ഒന്നും ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലെമറ്റൈസേഷൻ നമുക്കൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫ്രം NLTK dot stem. നിങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് ഓക്കെ ആയിട്ട് കിട്ടുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാം കേട്ടോ. ലെമറ്റൈസർ L equal to WordNet ലെമറ്റൈസർ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് കോപ്പി ചെയ്യുന്നു. ഇതിലെന്താണ് LE ഡോട്ട് എന്താ വരുന്നുണ്ടാവുക, ലെമറ്റൈസർ നമ്മൾ കൊടുക്കുമ്പോൾ എന്താ കൊടുക്കുക, നമ്മൾ ലെമറ്റൈസ്
കുറച്ച് ടൈം എടുക്കുന്നത് കണ്ടോ? കാരണം എന്താ? അതിൽ ഓരോരോ വേർഡിന്റെ രീതിയിൽ അവർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും, ഡിക്ഷണറി മൊത്തം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതിലും ഹിസ്റ്ററി തന്നെയാണ് വന്ന് നോക്കുന്നത്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ നമ്മുടെ POS ആഡ് ചെയ്യാം. POS ഈക്വൽ ടു വെർബ്. ഓക്കെ, അത് വേറെ വ്യത്യാസം വരാത്തത് വേറെ ഒന്നുമല്ല കേട്ടോ. പക്ഷേ ഞാൻ അത് വിട്ടുപോയി. നമ്മളിവിടെ പാരഗ്രാഫ് നമ്മുടെ എവിടെ എടുക്കുന്നത്? ഇതാണ് നമ്മുടെ പാരഗ്രാഫ്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പോർട്ടർ കസ്റ്റമറിന്റെ റൺ ചെയ്തു. അപ്പോൾ അത് ഹിസ്റ്ററി എന്നാണ് വന്നത്. ഓക്കെ, ഇനി എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഈ പാരഗ്രാഫ് കോപ്പി ചെയ്യാം, താഴോട്ട് കൊണ്ടിട്ടാൽ പോരെ. ഇതിന് താഴെ ഒരു സെൽ എടുത്തിട്ട് അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു പാരഗ്രാഫ് റൺ ചെയ്തു. ഈ സ്നോബോൾ സ്റ്റെമ്മറിന്റെ ഞാൻ അഗെയിൻ റൺ ചെയ്തു. പാരഗ്രാഫ് അല്ല, സോറി, സെന്റൻസ് ആണ്. സെന്റൻസ് ആക്കിയത് എവിടെയാണ് നമ്മൾ? സെക്കൻഡ് കേട്ടോ. പാരഗ്രാഫ് റൺ ചെയ്തു. ഓക്കെ, ഇതാണ് കോപ്പി ചെയ്യേണ്ടത്. സെന്റൻസ് റൺ ചെയ്തു, ഇത് റൺ ചെയ്തു. ഇത് പോർട്ടർ സ്റ്റെമ്മറിന്റെ. എഗെയിൻ നമ്മൾ പാരഗ്രാഫ് റൺ ചെയ്തു, പാരഗ്രാഫ് സെന്റൻസ് റൺ ചെയ്തു. അപ്പം നോർമലി പഴയ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്നോബോൾ സ്റ്റെമ്മർ റൺ ചെയ്യുന്നു. പോർട്ടർ സ്റ്റെമ്മർ അത് കൂടി കൺഫ്യൂഷൻ ആയല്ലോ. പോർട്ടർ സ്റ്റെമ്മർ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സെന്റൻസ് റൺ ചെയ്തു, സ്നോബോൾ സ്റ്റെമ്മർ റൺ ചെയ്തു. അപ്പം അതിൽ അങ്ങനെ അത്ര വ്യത്യാസമൊന്നും കണ്ടില്ല നമ്മൾ. എഗെയിൻ ഞാൻ എന്ത് ചെയ്യണമെന്നറിയോ? ഇത് കോപ്പി ചെയ്തിട്ട് താഴെ കൊണ്ടുവന്നു. ഏതിന്? ലെമറ്റൈസേഷൻ മുകളിലോട്ടോ. ഇത് റൺ ചെയ്തു, ലെമറ്റൈസേഷൻ റൺ ചെയ്തു. ഇപ്പം കണ്ടോ? കറക്റ്റ് ഹിസ്റ്ററി, ആ വേർഡുകളൊക്കെ കറക്റ്റായിട്ട് വന്നു ഇല്ലേ? നിങ്ങൾ റൺ ചെയ്യണത് ആ സെല്ലിൽ വ്യത്യാസം വരണോണ്ടാണ് മാറി പോകുന്നത്, ഔട്ട്പുട്ട് കറക്റ്റ് കിട്ടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മളുടെ ഈ ഒരു ഏതായിരുന്നു? പോർട്ടർ സ്റ്റെമ്മർ. അതിലെങ്ങനെയാണ് വർക്ക് ചെയ്ത് ഓർമ്മേ? ഇതേതാ? ലെമറ്റൈസർ, സ്നോബോള്, പോർട്ടർ. ഓക്കെ, അപ്പൊ ഇതില് സ്നോബോളും പോർട്ടറിലും ഏകദേശം സിമിലർ ആയിട്ട് തന്നെ വന്നു നോക്കുന്നേ. പക്ഷെ ലെമറ്റൈസേഷൻ നമ്മൾ യൂസ് ചെയ്തപ്പോൾ എന്ത് വന്നു? കറക്റ്റ് ആയിട്ട് വെർബ് വെച്ചിട്ട് അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആദ്യം അത് നോക്കാം. എന്ത് ചേഞ്ച് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്, അത് വെച്ചിട്ട് പോർട്ടർ ആണോ, സ്നോബോൾ ആണോ, ലെമറ്റൈസേഷൻ ആണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ എന്തുണ്ടായി? സ്റ്റോപ്പ് വേർഡ്സ് ഒക്കെ റിമൂവ് ആയിട്ട് പോയി. ക്ലിയർ ആയോ? ഇവിടെ സ്റ്റോപ്പ് വേർഡ്സിൽ കൊടുത്തോക്കുന്നത് ഏതൊക്കെയാ വേർഡ്സുകള്? അറബിക്കും ജർമ്മൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ടു, അണ്ടർ, അങ്ങനെയൊക്കെ ഓരോ വേർഡുകളുണ്ട്. അതൊക്കെ ഇതിൽ നിന്ന് എന്തായിട്ട് പോയിട്ടുണ്ട്? റിമൂവ് ആയിട്ട് പോയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഈ ഒരു കോഡാണ് നമ്മളിപ്പോൾ ഫൈനലൈസ് ചെയ്ത് നോക്കുന്നത്, ലെമറ്റൈസറിന്റെ കോഡ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ റൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സെൽ ബൈ സെല്ലായിട്ട് റൺ ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ സെൻറ്റൻസ് എന്നുള്ളത് ആ ഒരു SENTE ആ ഒരു സെൻറ്റൻസ് നമ്മൾ എന്താണ് ഒരൊറ്റ തവണയെ റൺ ചെയ്യുന്നുള്ളൂ. അതാണ് ബാക്കിയൊക്കെ എല്ലാ ഔട്ട്പുട്ടും എന്തായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക? സെയിം ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ എവിടെയാണ് റൺ ചെയ്യാത്തത്, ഏതാണ് റൺ ചെയ്യാത്തതെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് വീഡിയോ ചിലപ്പോൾ ഇന്ന് തന്നെ ഇടും, അല്ലെങ്കിൽ നാളെ ഇടും കേട്ടോ. ബൈ.